പല പേരൻസും പറയുന്നതാണ് കുട്ടികൾ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരൻസിനെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള. അപ്പോൾ ഇതൊരു സ്വാഭാവികമായൊരു സ്വഭാവമായിട്ടാണ് നമ്മൾ കണ്ടത്, അതോ ഈ പറഞ്ഞ പോലെ ADHDയുടെ അതിൻ്റെ ഒരു പ്രാരംഭമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുമോ? ഈ ADHD എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ, അതായത് ബുദ്ധി വികാസത്തിലും ബൗദ്ധിക വളർച്ചയിലും വരുന്ന ഒരു അവസ്ഥയായിട്ടാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഡയഗ്നോസ് ചെയ്തെടുക്കുമ്പോൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും കുട്ടിക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. 6 മാസമെങ്കിലും ഈ പറയുന്ന അതിപ്പോൾ ശ്രദ്ധ കുറവാണെങ്കിലോ പിരിപിരിപ്പാണെങ്കിലോ ഇപ്പം അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണെങ്കിലോ അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ആണെങ്കിലോ 6 മാസമെങ്കിലും കുട്ടിക്ക് തുടർച്ചയായി ഉണ്ടായിരിക്കണം. 2 സ്ഥലങ്ങൾ, ഇപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വീട് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതലുള്ള സ്ഥലം സ്കൂളാണ്. അപ്പോൾ ടീച്ചർക്കും വീട്ടിലുള്ള കുഞ്ഞിൻ്റെ അമ്മയോ കുഞ്ഞിനെ നോക്കുന്ന ആരാണോ പ്രൈമറി കെയർ ഗിവർ എന്നാ പറയുക, അവരാർക്കെങ്കിലും അമ്മയ്ക്കും തോന്നണം അല്ലെങ്കിൽ ടീച്ചർക്കും തോന്നണം, 2 പേർക്കും തോന്നണം 6 മാസവും ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഒരു ADHDയിലേക്ക് നമ്മൾ അതിനെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡിങ് നമ്മൾ അവിടെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇതിനെ ഐസൊലേറ്റഡ് എപ്പിസോഡ്സിനെ നമ്മൾ ADHD എന്ന് പറയാറില്ല. പക്ഷേ ഒരു കുട്ടി അവൻ്റെ പ്രായത്തിനേക്കാളും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവന് പിരിപിരിപ്പുണ്ട്, അവന് പഠനത്തെ ബുദ്ധിമുട്ടുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ട്, ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം.